വിദ്യാർത്ഥി കൺസെഷനിൽ മാറ്റം വരുത്തുന്നത് ആലോചനയിലില്ലെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ക്ലാസുകൾ ഉള്ള ദിവസം മാത്രം കൺസെഷൻ നൽകണം. പ്രത്യേക പാസ് നൽകുന്നത് പരിഗണനയിലില്ലെന്നും മന്ത്രി മീഡിയ വണിനോട് പറഞ്ഞു. എനിക്ക് അക്കാര്യത്തിൽ വർദ്ധിപ്പിക്കണം എന്നുള്ള അഭിപ്രായമൊന്നുമല്ല. ഒരു അക്കൗണ്ടബിലിറ്റി വേണം. വിദ്യാർത്ഥി ആയിരിക്കണം ബസ്സിൽ പോകുന്നത്. വിദ്യാർത്ഥികൾ സ്കൂളുള്ള ദിവസം കൺസെഷൻ കൊടുക്കണം, അല്ലാത്ത ദിവസം കൺസെഷനല്ല. സെയ്ഫ് സൈനുലബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സിഫ, മന്ത്രിയായ ശേഷം ഗതാഗത വകുപ്പ് ഏറ്റെടുത്ത ശേഷമുള്ള കെ.ബി. ഗണേഷ് കുമാറിന്റെ പ്രതികരണമാണ് മീഡിയ വൺ നൽകിയ പ്രത്യേക അഭിമുഖം. എന്തൊക്കെ വിഷയങ്ങളിലാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്? KSRTC ഇങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം, അതിനൊരു ആശയം ഗണേഷ് കുമാറിന്റെ മനസ്സിലുണ്ട് എന്ന് അദ്ദേഹത്തുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്ന കൃത്യമായ ഒരു ധാരണ അദ്ദേഹം മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ KSRTCയെ ഇപ്പോഴുള്ള നഷ്ടത്തിൽ നിന്ന് കുറച്ചു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ലാഭത്തിലാക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഗണേഷ് കുമാറിന്റെ മാജിക് ഒന്നും അതിൽ ഉണ്ടാകില്ല. നഷ്ടം കുറച്ചു കൊണ്ടുവരിക, തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക, അതിനുവേണ്ടി ചില പരിഷ്കാരങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കേട്ടത്. നമ്മൾ കാലങ്ങളായിട്ട് ചിന്തിക്കുന്നതാണ് KSRTCയിൽ എന്തുകൊണ്ട് ഗൂഗിൾ പേ സംവിധാനം ഒരുക്കുന്നില്ല എന്നുള്ളത്. അതിനുള്ള മറുപടി ഗതാഗത മന്ത്രി നൽകുന്നുണ്ട്. ചായക്കടകളിലും അതുപോലെ തന്നെ ചെറിയ പെട്ടിക്കടകളിലും ക്ഷേത്രങ്ങളിലും വരെ ഗൂഗിൾ പേ ഉള്ള കാലമാണിത്. അതുകൊണ്ട് KSRTCയിൽ ഗൂഗിൾ പേ കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് മന്ത്രി എത്തിച്ചേരുകയാണ്. അതിന് സ്കാനർ ബസ്സിൽ തന്നെ വെച്ച് അത് സ്കാൻ ചെയ്ത് ആ പൈസ അടച്ചിട്ട് പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കും. കണ്ടക്ടർമാർ അതിന് കൂടുതൽ ആൾക്കാരെ നിയമിക്കുകയോ മറ്റൊന്നും വേണ്ട, സ്കാനറിൽ സ്കാൻ ചെയ്ത് പോകാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുമെന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. പിന്നീടുള്ളത് 2001 അദ്ദേഹം ഗതാഗത മന്ത്രിയായിരുന്ന 22 മാസക്കാലമുണ്ട്. അന്ന് കേരളത്തിലെ ഉടനീളം ഗ്രാമീണ സർവീസിന് വേണ്ടി ചെറിയ ബസ്സുകൾ നിരത്തിലിറക്കിയിരുന്നത് വലിയ വിജയമായിരുന്നു. കാരണം ഇന്ധനത്തിൻ്റെ അധികം ചിലവില്ല, മൈലേജ് കൂടുതലാണ്, മെയിൻ്റനൻസിന് അധികം പണമാകില്ല. മാത്രമല്ല കേരളത്തിൽ ഇപ്പോൾ ഗതാഗത സൗകര്യം ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഗ്രാമീണ മേഖലകളിൽ നല്ല റോഡുകൾ ഉണ്ട്, ബസ്സുകൾ ഇപ്പോഴും പോകാത്ത സ്ഥലങ്ങൾ ഉണ്ട്. ഇവിടെയൊക്കെ ഈ ചെറിയ ബസ്സുകൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വലിയ ബസ്സുകൾ ഓടിച്ചിട്ടും 30-ൽ കൂടുതൽ യാത്രക്കാർ ഇല്ലാതെ പോകുന്ന ബസ്സുകളുണ്ട്. ഇതാകുമ്പോൾ ആൾക്കാർ നിറഞ്ഞ് പോവുകയും ചെയ്യും. അങ്ങനെ KSRTCക്ക് വേണ്ടി അങ്ങനൊരു സൗകര്യം ഒരുക്കാൻ വേണ്ടിയുള്ള ആലോചന ഗതാഗത മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതും ഉടനെ തന്നെ അത് പരിഷ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ, അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള തീരുമാനം അദ്ദേഹം എടുക്കും എന്നാണ് അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. പിന്നീടുള്ളത് സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സ്വകാര്യ ബസ്സുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 36,000-ഓളം സ്വകാര്യ ബസ്സുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അത് 7,000-ലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ട് കുറയുന്നു എന്ന് ചോദിച്ചാൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് പഠിച്ച ആൾ എന്ന നിലയിലായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞത്. KSRTC ബസ്സും പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള മത്സരമുണ്ട്, പ്രൈവറ്റ് ബസ്സും തമ്മിലുള്ള മത്സരമുണ്ട്. അത് നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ താൻ ഉണ്ടാക്കും എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. പിന്നീടുള്ളത് NSSും സർക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. NSSൻ്റെ ഡയറക്ടർ ബോർഡിലുള്ള ആളാണ് ഗണേഷ് കുമാർ. അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം മുഖ്യമന്ത്രിയും സുകുമാരൻ നായരുമായിട്ടില്ല, അവർ നിരന്തരമായി ഫോണിൽ സംസാരിക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. കാരണം ഈ NSS നിരന്തരമായി ഇറക്കുന്ന പ്രസ്താവനകൾ നമ്മൾ വായിക്കുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നതാണ്. അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ആ പ്രതികരണങ്ങളും പ്രസ്താവനകളും എല്ലാം ഉള്ളത്. പക്ഷേ അവർ നിരന്തരം ഇടയ്ക്കിടെ ഫോണിൽ സംസാരിക്കാറുണ്ട്. അത് അദ്ദേഹം ഇരിക്കുമ്പോൾ തന്നെ, ഗണേഷ് കുമാർ ഇരിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാറുണ്ട്. ഭരണകാര്യങ്ങളല്ല, അല്ലാതെ തന്നെ കാര്യങ്ങൾ ചോദിക്കുകയും സംസാരിക്കുകയും ചെയ്യും. NSS ഏതെങ്കിലും തരത്തിൽ ഭരണത്തിൽ ഇടപെടുന്നില്ല, അങ്ങനെ അവർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീടുള്ളത് വിദ്യാർത്ഥി കൺസെഷനുമായി ബന്ധപ്പെട്ടാണ്. വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കേണ്ടതില്ല എന്ന നിലപാട് തന്നെയാണ് പുതിയ ഗതാഗത മന്ത്രിക്കുള്ളത്. അത് പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ കൺസെഷൻ നേടിയെടുക്കുന്നത് അത് വിദ്യാർത്ഥികൾ തന്നെ ആകും എന്നുറപ്പാക്കുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേക പാസ് ഒരുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളിലേക്ക് നീങ്ങും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. പിന്നീട് KSRTC കമ്പ്യൂട്ടർവൽക്കരണം കൊണ്ടുവന്നുകൊണ്ട് അനാവശ്യമായ ചോർച്ചകൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. ഈ തൊഴിലാളി സംഘടനകളെ വിശ്വാസത്തിലെടുത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ KSRTCയെ ഒരു പരിധിവരെയെങ്കിലും നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ആശയം ഗണേഷിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഒരു ആശയം അദ്ദേഹത്തിന്റെ പക്കൽ ഒരുപാട് പദ്ധതികളുണ്ട് KSRTCയെ മെച്ചപ്പെടുത്തിയെടുക്കാൻ എന്ന് വേണം മനസ്സിലാക്കാൻ. സെയ്ഫ്, അതുപോലെ തന്നെ ഈ NSS മുഖ്യമന്ത്രി വിഷയത്തിൽ കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞത് ഇരുവർക്കുമിടയിൽ ഒരു പാലത്തിന്റെ ആവശ്യമില്ല എന്നായിരുന്നു. പക്ഷേ എങ്കിൽ പോലും കെ.ബി. ഗണേഷ് കുമാറിലൂടെ NSSമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തന്നെ വരും ദിവസങ്ങളിൽ, അതായത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, വരും ദിവസങ്ങളിൽ അത്തരം നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ?
അതിനുള്ള സാധ്യത തള്ളിക്കളയണ്ട ദിവ്യ. കാരണം NSS ആണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. നമ്മൾ പ്രകടമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാമുദായിക സംഘടനകളിൽ സംസ്ഥാന സർക്കാരുമായി അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായി കുറച്ച് അകന്നു നിൽക്കുന്ന സാമുദായിക സംഘടന എന്ന് പറയുന്നത് NSS ആണ്. മറ്റെല്ലാ സാമുദായിക സംഘടനയെ സർക്കാരുമായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പം വെച്ച് പുലർത്തുന്നുണ്ട്. ഒരു കാലത്തും CPM-മായി അടുക്കാതിരുന്ന സമസ്ത പോലും CPM-നോട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഒരു പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ SNDP ആയാലും KPMS ആയാലും അങ്ങനെ ഓരോ ക്രൈസ്തവ സംഘടന സാമുദായിക സംഘടനകളായാലും എല്ലാം അടുപ്പം പുലർത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ NSS അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഗണേഷ് കുമാറിലൂടെ ഇത് എത്തിപ്പെടാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ സംസ്ഥാന സർക്കാരിനും ഒക്കെ ഉള്ളത്. അത് എങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് എങ്ങനെ വരും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. പക്ഷേ ഗണേഷ് കുമാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇവർക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. അവരിപ്പോഴും ഫോണിൽ സംസാരിക്കുകയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോഴുള്ള ഒരു അകൽച്ച അത് കുറയാനുള്ള ഒരു പാലമായി ഗണേഷ് കുമാർ മാറാനുള്ള സാധ്യത തള്ളിക്കളയാം. ശരി. യെസ്, വിവിധ വിഷയങ്ങളിൽ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. KSRTCയെ മുന്നോട്ട് നയിക്കുന്നതിലും പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിൽ നിരവധി പദ്ധതികൾ KB ഗണേഷ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥി കൺസെഷന്റെ കാര്യത്തിലടക്കം മന്ത്രിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയും NSS-ഉം തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, ബന്ധത്തിൽ ഒരു പ്രശ്നവുമില്ല എന്നുകൂടി മന്ത്രി പറഞ്ഞു വയ്ക്കുകയാണ്. സെയ്സൻ ലബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.